നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 947th day. Today 30th sloka of Pradhamaskandam 11th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 947 ദിവസം. പ്രഥമസ്കന്ധത്തിലെ ഓം തത്സത്. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യഭാരതിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. അദാവിശത് സ്വഭവനം സർവകാമമനുത്തമം പ്രാസാദായത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശ. അദാവിശത് സ്വഭവനം സർവകാമമനുത്തമം പ്രാസാദാപത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അദ ആവിശത് സ്വഭവനം സർവകാമം അനുത്തമം പ്രാസാദാഃ യത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശ. ഷോഡശ സഹസ്രാണി ച ഷോഡശ. അതായത് അധ അനന്തരം സ്വഭവനം സ്വന്തം ഭവനം സ്വന്തം രാജധാനിയായ ആവിശത് പ്രവേശിച്ചു. സർവകാമം എല്ലാവിധ കാമങ്ങൾക്കും ഇതായിട്ടുള്ള സർവ്വവിധ കാമങ്ങളും ഉള്ളതായിട്ടുള്ള ആ രാജധാനിയിലേക്ക് ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി പ്രവേശിച്ചു. അവിടെ എത്ര യാതൊന്നിൽ പത്നീനാം ഭാര്യമാർക്ക് ഷോഡശ സഹസ്രാണി 16,000 പ്രാസാദങ്ങളുണ്ട്. അതായത് ഭഗവാന് 16,008 ഭാര്യമാരാണ്. അപ്രകാരം 16,000-ലധികം പ്രാസാദങ്ങൾ ഉള്ള അത്രയും മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ രാജധാനിയിലേക്ക് ഭഗവാൻ അതിനുശേഷം പ്രവേശിച്ചു. തൻ്റെ അമ്മമാരെയൊക്കെ കണ്ടതിന് ശേഷം ഭഗവാൻ എല്ലാവരെയും ആശ്ലേഷിച്ച് എല്ലാവരുടെയും മടിയിലിരുന്ന് എല്ലാവരുടെയും ബഹുമാനങ്ങളും സ്നേഹാദരങ്ങളും ഒക്കെ സ്വീകരിച്ചതിന് ശേഷം തൻ്റെ രാജധാനിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ആ രാജധാനിയുടെ മഹിമയാണ് പറയുന്നത്. സർവകാമം എല്ലാവിധ കാമങ്ങളും നടത്തിത്തരുന്ന എല്ലാവിധ കാമങ്ങൾക്കും കാക്ഷിക്കത്തക്ക സർവ്വതും ഉൾപ്പെട്ടിട്ടുള്ള ആ ഭഗവാന്റെ രാജധാനിയിൽ അത്യുത്തമമായിട്ടുള്ള ആ സർവകാമം അനുത്തമമായിട്ടുള്ള എല്ലാറ്റിലും ഉത്തമമായിട്ടുള്ള ആ ഭഗവാന്റെ രാജധാനി. ആ രാജധാനിയിൽ ഭഗവാന് 16,000-ലധികം ഭാര്യമാരുണ്ട്. അവർക്കൊക്കെ പറ്റിയ മാതിരി പ്രാസാദങ്ങളുള്ള ആ അതിമനോഹരമായിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള രാജധാനിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ ആ രാജധാനിയിലേക്ക് പ്രവേശനവും രാജധാനിയുടെ മഹത്വവുമാണ് പറഞ്ഞത്. എത്രത്തോളം ഭാര്യമാരുണ്ടോ അത്രത്തോളം ആ പ്രാസാദങ്ങളുള്ള അത്രയും ഉത്തമമായിട്ടുള്ള ആ രാജധാനിയിലേക്ക് എല്ലാവിധ കാമങ്ങളും എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കുന്ന രാജധാനിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. അദാവിശത് സ്വഭവനം സർവകാമമനുത്തമം പ്രാസാദായത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.